മാർച്ച് 12 ചൊവ്വാഴ്ച, നോമ്പുകാലത്തിലെ 4-ാമത്തെ ആഴ്ച. യോഹന്നാൻ 5:1-16 വരെ വാക്യങ്ങൾ. അനിത മൂർജാനി തൻ്റെ പുസ്തകമായ ഡൈയിങ് ടു ബി മീ അതിൽ ക്ലാസിക് വൈറ്റ് ലൈറ്റ് എക്സ്പീരിയൻസ് വിവരിച്ചിട്ടുണ്ട്. മരണത്തിന് മുമ്പുള്ള അനുഭവമാണ് അത്. അവസാന ഘട്ടം ലിംഫോമ ബാധിച്ച് അനിത മരിക്കുകയായിരുന്നു. പരലോകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ചിലരെ അവിടെ കാണാൻ സാധിച്ചു. അവളുടെ ഹൃദയം അഗാധമായ നിരുപാധികമായ സ്നേഹത്തിൻ്റെ വികാരത്താൽ നിറഞ്ഞിരുന്നു. ഒപ്പം തൻ്റെ ശരീരത്തിലെ ഉള്ള മുഴകളിൽ നിന്ന്, വേദനയിൽ നിന്ന് മോചിതയായതിൽ അവൾ സന്തോഷിച്ചു. അപ്പോൾ അവൾ കേട്ടു തനിക്ക് ഒരു ചോയ്സ് ഉണ്ട് എന്ന്. ഒന്നുകിൽ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ കിടന്ന് മരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് തിരികെ പോയി അവളുടെ കഥ മറ്റുള്ളവരുമായി പങ്കിടാം. തിരികെ വരാൻ അനിത ആഗ്രഹിച്ചില്ല. കാരണം അത്രയധികം വേദന അനിത അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവൾ ആകെ വളരെ വിഷമിക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ തിരികെ വന്നാൽ തൻ്റെ ക്യാൻസർ ഭേദമാകുമെന്നും അവൾ ഒരു സ്വരം കേട്ടു. അത് വിശ്വസിച്ച് തൻ്റെ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ അനിത തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവളുടെ ക്യാൻസർ അപ്രത്യക്ഷമായി. അവളെ പരിചരിച്ചിരുന്ന ഡോക്ടർമാർ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു. അവർ അവളുടെ സ്വതസിദ്ധമായ മോചനം രേഖപ്പെടുത്തി. മരണം ഭയക്കേണ്ട ഒന്നല്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ അനിത പ്രചരിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലെ 38 വർഷമായി രോഗബാധിതനായ ഒരു മനുഷ്യൻ്റെ കഥ പറയുന്നുണ്ട്. ബെത്സദ കുളത്തിനരികെ കിടക്കുകയായിരുന്നു അയാൾ. യേശു അവനോട് അവൻ്റെ കിടക്കയും എടുത്ത് നടക്കാൻ പറയുന്നു. ഉടനെ ആ മനുഷ്യൻ സുഖം പ്രാപിച്ചു. എന്നിരുന്നാലും അത് ഒരു സാബത്ത് ദിവസത്തിലാണ് ഈ സൗഖ്യം ലഭിച്ചത് എന്നത് യഹൂദന്മാർക്ക് യേശുവിനെ പീഡിപ്പിക്കാനുള്ള മറ്റൊരു കാരണമായി. ഇവിടെ യേശു താൻ മിശിഹായാണ് എന്നതിൻ്റെ പങ്ക് നിർവഹിക്കുകയാണ്. യഹൂദന്മാരാകട്ടെ യേശുവിനെ കാൽവരി വരെ പിന്തുടർന്ന് എതിർക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. വ്യവസ്ഥാപിത മതത്തിൻ്റെ പൂർണ്ണമായ ശക്തിയാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. മത നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അനുകമ്പയേക്കാൾ പ്രാധാന്യമുള്ളതാണ് അവരുടെ നിയമങ്ങൾ. 38 വർഷമായി രോഗബാധിതനായ ആ മനുഷ്യനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത ആ മത നേതാക്കളാണ് ഇപ്പോൾ കർത്താവ് അവനെ സുഖപ്പെടുത്തിയപ്പോൾ അവനെ അഭിനന്ദിക്കുന്നതിന് പകരം ക്രൂശിക്കാൻ ശ്രമിക്കുന്നത്. യേശു താൻ സുഖപ്പെടുത്തിയ മനുഷ്യനോട് ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്നു. മിക്കവാറും ഈ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്ന ചില സ്വഭാവ വിശേഷതകൾ അയാൾക്കുണ്ടായിരിക്കാം. ഇത്രയും വർഷങ്ങളായിട്ട് അവനെ സഹായിക്കാൻ ഒരു സുഹൃത്തോ ബന്ധുവോ ഇല്ലാതിരുന്നത് എങ്ങനെയാണ്? മാത്രമല്ല, യേശുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നതിന് പകരം തനിക്ക് രോഗശാന്തി നൽകിയതാണെന്ന് യഹൂദന്മാരെ
സംഭവിച്ചവനാണ് ഈ മനുഷ്യൻ. അയാൾ പശ്ചാത്തപിക്കുന്നതായിട്ടും കാണുന്നില്ല. പിന്നെ എന്തിനാണ് യേശു അവനെ സുഖപ്പെടുത്തിയത്? ഇതിനെയാണ് അനർഹമായ കൃപ എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും പാപികളാണ്. ദൈവ അനുഗ്രഹങ്ങൾക്ക് നാം യോഗ്യരല്ല, അർഹരല്ല. എന്നിട്ടും ദൈവം നമ്മോട് കൃപയുള്ളവനും കോപിക്കാൻ താമസമുള്ളവനും ദയയിൽ സമ്പന്നനുമാണ്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ.